ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ധർമ്മയുദ്ധം അവസാനിച്ചു. അനീതിക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള വിശേഷണത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങളിൽ തെളിഞ്ഞ മുഖവുമായി നിന്നിരുന്ന യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രന്റെ മുഖത്ത് ഇപ്പോൾ വലിയ സന്തോഷമൊന്നുമില്ല. യുദ്ധമൊക്കെ ജയിച്ചു. പക്ഷേ യുദ്ധം ആരംഭിച്ചപ്പോൾ വലിയ ധാർമ്മികതയൊക്കെ പറഞ്ഞാണ് രണ്ടു കൂട്ടരും യുദ്ധം ആരംഭിച്ചത്. എന്നാൽ യുദ്ധം അവസാനിക്കുമ്പോൾ പറയാൻ യാതൊരു ധാർമ്മികതയും രണ്ടു കൂട്ടർക്കും ഇല്ലായിരുന്നു. തന്റെ ഏറ്റവും വലിയ പ്രതിയോഗിയെന്ന് കരുതി വധിച്ച കർണനും കൂടെയുള്ളവരുമെല്ലാം നഷ്ടമായപ്പോൾ യുധിഷ്ഠിരന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നൊരു ചിത്രമുണ്ട്. വധിക്കപ്പെട്ടവരൊക്കെ തൻ്റെ സഹോദരങ്ങളായിരുന്നല്ലോ എന്നുള്ളത്. സ്വാർത്ഥതയും കൗശലവും വാശിയും കയ്യൂക്കും കൊണ്ട് നേടിയ വിജയത്തിൽ അഹങ്കരിക്കാൻ എന്തുണ്ട്? ഒരു വലിയ യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരന്റെ മുഖത്തെ വിഷാദത്തിന്റെ കാരണവും ഇതുതന്നെയായിരുന്നു. പലരെയും തോൽപ്പിച്ച് താൻ പറഞ്ഞതൊക്കെ എല്ലാവരും അംഗീകരിച്ചു എന്ന് ആത്മനിർവൃതിയോടെ പറയുമ്പോൾ, എല്ലാവരെയും തോൽപ്പിച്ചു എന്ന് അഹങ്കരിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കണം, നേടിയത് യഥാർത്ഥത്തിൽ വിജയമായിരുന്നു. പോരാട്ടം തുടങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർക്ക് ഇന്നെവിടെ പോയി? ശരിക്കു പറഞ്ഞാൽ ഉറ്റവരെയും വേണ്ടപ്പെട്ടവരെയും വഴിയിൽ ഉപേക്ഷിച്ച് കളയേണ്ടി വന്നിട്ട് നേടുന്ന വിജയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? പഴയ നിയമത്തിൽ ഏശാവിനെ പറ്റിച്ച് ജ്യേഷ്ഠാവകാശവും നേടിയെടുത്ത് ഒളിച്ചോടിപ്പോകുന്ന യാക്കോബിനെ കാണാൻ കഴിയും. ജീവിതത്തിൽ എല്ലാം നേടിയെന്ന വിശ്വാസമൊക്കെ തെറ്റാണെന്ന് കാലം യാക്കോബിനെ പഠിപ്പിച്ചു. സഹോദരനെ പറ്റിച്ചതിനേക്കാൾ കൂടുതൽ ചതിയും വഞ്ചനയും നേരിട്ട് അവസാനം അതേ സഹോദരന്റെ മുൻപിൽ മുട്ടുകുത്തുന്ന യാക്കോബിനെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഏശാവല്ലേ ശരിക്കും ജീവിതത്തിൽ വിജയിച്ചത്? മനസ്സ് മുഴുവൻ പാപഭാരവും കുറ്റബോധവും നിറഞ്ഞ് സ്വന്തം സഹോദരങ്ങളെ വരെ വെറുപ്പിച്ച് എന്തെങ്കിലുമൊക്കെ നേടിയെന്ന് പറയുമ്പോൾ ക്ഷമിക്കാനും സ്നേഹിക്കാനും മറക്കാനും സാധിക്കുന്നവർക്കുള്ളതാണ് യഥാർത്ഥ വിജയമെന്ന് കാലം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കും. എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് നേടുന്ന വിജയത്തെക്കാൾ ബന്ധങ്ങളൊക്കെ നിലനിർത്തുവാൻ വേണ്ടി തോറ്റുകൊടുക്കുന്നതാണ് നല്ലത്. കാരണം അവസാന വിജയം അവരുടേതായിരിക്കും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേ.